ജീവിതത്തിലെല്ലാം നന്നായി ചെയ്തിട്ടും ഒന്നും ഒരു പെർഫെക്റ്റ് അല്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ഒരു നല്ല ഡിഗ്രി ഉണ്ട്, നല്ല ജോലിയുണ്ട്, ഒരു കുടുംബമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ആരും അറിയാതെ എവിടെയോ ഒന്ന് ചെറുതായി പോകുന്ന ഒരവസ്ഥ, ഒരു പൂർണ്ണത അനുഭവപ്പെടാനായിട്ട് കഴിയാതെ വരുന്ന ഒരവസ്ഥ. എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ടും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും പൂർണ്ണതയും അനുഭവപ്പെടാനായിട്ട് കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. കേരളത്തിൽ നടന്ന ഒരു പഠനത്തിൽ ഇപ്രകാരം കാണാനായിട്ട് കഴിഞ്ഞു. ഏതാണ്ട് 20 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ഒട്ടനവധി ആളുകൾ ഇപ്രകാരമുള്ള എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ പോരാ എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഒരു സന്തോഷമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുകയുണ്ടായി. ഈ ഒരു വിഷയത്തെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുടുംബജീവിതത്തെ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തെയും നമ്മുടെ വളർച്ചയെയും, നമ്മൾ ഒരു രക്ഷകർത്താവാണെങ്കിൽ അപ്രകാരമുള്ള നമ്മുടെ പാരന്റിങ് റെസ്പോൺസിബിലിറ്റിയെ ഒക്കെ കാര്യമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ വീണ്ടെടുക്കാനും നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയാതിരിക്കാനായിട്ടാവില്ല. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന സ്നേഹമെന്ന് പറയുന്നത് ഒരുതരം സമ്മർദ്ദമാണ്. നമ്മുടെ പാരൻറ്റിങ്ങിൻ്റെ സ്റ്റൈൽ അപ്രകാരമാണ്. പല മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ വളർത്തുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഫോർമേഷൻ നൽകിക്കൊണ്ടാണ് വളർത്താനായിട്ട് ശ്രമിക്കുന്നത്. നന്നായിട്ട് പഠിക്കണം, കുടുംബത്തിന് അഭിമാനമുണ്ടാകണം, ഒരു തരത്തിലും നാണക്കേടുണ്ടാക്കരുത്, ഇങ്ങനെ ഒരുതരം സ്റ്റാറ്റസ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ പരിശ്രമിക്കുന്നു. ഈ ഒരു സ്റ്റാറ്റസ് രൂപീകരണത്തിൽ അയൽപ്പക്കത്തുള്ള കുട്ടികളായിട്ടും ക്ലാസ്സിലുള്ള കുട്ടികളുമായിട്ടൊക്കെ ഒരുതരം കോമ്പറ്റീഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ അറിഞ്ഞോ അറിയാതെയോ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ അത് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഓരോ നേട്ടത്തിനുമൊപ്പം ഒരു മുന്നറിയിപ്പുകൾ ഉണ്ടാവും. ഇന്ന് നമ്മൾ ഒരു 95% മാർക്ക് ഒരു വിഷയത്തിൽ നേടിയെങ്കിൽ ഒരു ചോദ്യം ഇതായിരിക്കും, ആ 5% എവിടെ പോയി? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നല്ല അച്ചീവ്മെന്റ് ഉണ്ടായാൽ ഇത്രയേ നേടാൻ കഴിഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഇനി അടുത്ത ഒരു പൊസിഷന് വേണ്ടി നന്നായിട്ട് അധ്വാനിക്കുക. ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടങ്ങളുമായിട്ട് ഈക്വലൈസ് ചെയ്യപ്പെടുന്ന ഒരു ദുരവസ്ഥയിലൂടെയാണ് ഭൂരിഭാഗം മലയാളികളും കടന്നു പോകുന്നത്. ഇത് വലിയ ഒരു സത്യമാണ്. ഇനി ഇതിൻ്റെ അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് താരതമ്യമാണ്. പരസ്പരം കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ചെറുപ്പം മുതലേ ഈ കമ്പാരിസൺ ആണ്. നമ്മുടെ അയൽപ്പക്കത്തുള്ള കുട്ടിയുടെ മാർക്കുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുക, അവരുടെ ജീവിതത്തിൻ്റെ വിജയങ്ങളെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുക. അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ വളർച്ചയിലും, അത് സ്കൂളിൽ നിന്ന് തുടങ്ങി നമ്മുടെ വീടുകളിലേക്ക് വന്ന് അതിനുശേഷം സൊസൈറ്റിയിലേക്ക് വന്ന് പിന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ജോലിയുടെ കാര്യത്തിൽ, ഇങ്ങനെ നമ്മുടെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഈ കമ്പാരിസൺ ഒരു വിഷമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തെ അത് കാർന്നു തിന്നുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഈ കമ്പാരിസൻ്റെ രീതികൾ പലതാണ്. ആ അയൽപ്പക്കത്തെ ആ കുട്ടിക്ക് വിദേശത്ത് ജോലി കിട്ടി, അതുപോലെ അവനൊരു ഫ്ലാറ്റ് വാങ്ങി, അവൻ്റെ കാറ് കാണണം, എത്ര വലിയൊരു ഒരു അച്ചീവ്മെൻ്റ് ആണ് അവനെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെ ഒരു കമ്പാരിസൺ നമ്മുടെ ഉള്ളിലേക്ക് നൽകപ്പെടുകയും അത് പിന്നീട് മറ്റുള്ളവർ പറയുന്നതിന് പകരം നമ്മൾ തന്നെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു കമ്പാരിസൻ്റെ ഏറ്റവും വലിയൊരു മൂർധന്യാവസ്ഥ എത്തുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ മറ്റുള്ളവൻ്റെ ജീവിതത്തെ കാണാൻ തുടങ്ങുമ്പോഴാണ്. മറ്റുള്ളവൻ കാറ് മേടിച്ച് അവൻ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർ നല്ല വീട് മേടിച്ച് മൈ ന്യൂ ഹോം എന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ, അതുപോലെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഹൈലൈറ്റുകളും നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ മറ്റുള്ളവൻ്റെ ജീവിതത്തിലെ സോഷ്യൽ മീഡിയ ഹൈലൈറ്റുമായിട്ട് താരതമ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ള സന്തോഷം കൂടി അപ്രത്യക്ഷമാകുന്നു എന്നുള്ളത് വാസ്തവമാണ്. നമുക്കറിയാം, ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് ആ ഒരു പ്രത്യേക ആംഗിളിലുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഡാർക്ക് സൈഡും നമ്മൾ ഒരിക്കലും പോസ്റ്റ് ചെയ്യാറില്ല. മറ്റുള്ളവൻ വളരെ ക്യൂറേറ്റ് ചെയ്ത് വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു പോസ്റ്റ് അത് കാണുന്ന നമ്മുടെ ജീവിതത്തിലെ കമ്പാരിസൺ മെന്റാലിറ്റിയിൽ ഉള്ള സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന അനുഭവം എല്ലാവർക്കും പരിചിതമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ചെയ്യാൻ തുടങ്ങുന്നത് ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ഒരു നെട്ടോട്ടമാണ്. ഗോയിങ് ടു ബി പെർഫെക്റ്റ്, ഐ ഓൾവേസ് വാണ്ട് ടു ബി പെർഫെക്റ്റ്. ആ ഒരു പെർഫെക്ഷൻ തേടിയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള സന്തോഷം കൂടി നഷ്ടപ്പെടുത്തി ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദുരനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. ഈ ഒരു പെർഫെക്റ്റ് ആയിരിക്കാനുള്ള വ്യഗ്രതയിൽ സംഭവിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. എല്ലാ കാര്യത്തിലും വളരെ സൗമ്യമായിട്ട് ഇടപെടാൻ തുടങ്ങും. ജീവിതം ഒരു അനുഭവമായിട്ട് മാറും. ഞാൻ വലിയ ഉത്തരവാദിത്വമുള്ള ആളാണ്, എല്ലാവരും എന്നെക്കുറിച്ച് നല്ലതാണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന് ഓൾവേസ് ഐ വാണ്ട് ടു ബി എ പീപ്പിൾ പ്ലീസർ, അതറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ
തൃപ്തിപ്പെടുത്താനായിട്ട്, അവരെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ അറിയാതെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ അറിയാതെ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ കാര്യം പോലും നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങും. യഥാർത്ഥ സന്തോഷം ജീവിതത്തിൽ നിന്നും മാറിയിരിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ഈ ഓട്ടം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് നമുക്കറിയാതായി പോവും. കാരണം ഈ അഭിനയ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ യഥാർത്ഥ സന്തോഷവും സത്യമായ ജീവിതം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അനുഭവത്തിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവം കൂടിയാണ്. എൻ്റെ ഒരു ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ ഇപ്രകാരം ഒരു ക്രൈസിസ് എൻ്റെ ജീവിതത്തിലുണ്ടായപ്പോൾ എൻ്റെ അഡ്വൈസർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എത്ര നാൾ ഇപ്രകാരമുള്ള ഒരു അഭിനയ ജീവിതം നിനക്ക് തുടരാനായിട്ട് കഴിയും? ഈ ഒരു അഭിനയ ജീവിതത്തിലൂടെ യഥാർത്ഥ സന്തോഷം നിനക്ക് അനുഭവപ്പെടാനായിട്ട് കഴിയുമോ? മാറ്റം വരുത്തേണ്ട സമയമായില്ലേ? ഈ ചില ചോദ്യങ്ങളാണ് എൻ്റെ ജീവിതത്തെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കാനായിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടും എനിക്ക് സാധിച്ചത്. ആ ഒരു ഒറ്റ ചോദ്യം, അതിനുവേണ്ടി ഞാൻ ചെലവഴിച്ച സമയം ജീവിതത്തിൽ നിർണായകമായ ഒരു തീരുമാനമെടുക്കാനും കളം മാറ്റി ചവിട്ടാനും ഉള്ള ബലം തന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ചെയ്തതോടുകൂടി ജീവിതം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ജീവിതത്തിൻ്റെ സന്തോഷം തിരികെ പിടിക്കാനായിട്ട് കഴിഞ്ഞു. സത്യത്തിനു വേണ്ടി നിലനിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി. പുതിയ അർത്ഥതലങ്ങളിലേക്ക് ജീവിതത്തെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒന്നിനും പോരാ, അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള നെഗറ്റീവ് ചിന്താഗതിയുമായിട്ട് കഴിയുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ്. അഭിനയമല്ല ജീവിതം. നമ്മുടെ ജീവിതത്തിൻ്റെ സത്യം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു അഭിനയ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ പെർഫെക്ഷൻ തേടിയുള്ള ഒരു യാത്രയിലേക്ക് മനുഷ്യൻ പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ചെറുപ്പം മുതലേ അഡ്ജസ്റ്റ് ചെയ്യാനാണ്. നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മെൻറ്റാലിറ്റി, എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യണം എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ ഒരു സത്യമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത് തലമുറകളായി കൈമാറ്റം ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്ന ഒരു വലിയ സത്യമാണ്. അപ്പം അതുകൊണ്ട് ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ അർത്ഥം എന്ന് പറയുന്നത് അയൽപ്പക്കക്കാരൻ നമുക്ക് നൽകുന്ന അർത്ഥമല്ല. അവരുടെ ജീവിതത്തിൻ്റെ വീക്ഷണങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ളതാണ്. അവരുടെ അനുഭവങ്ങളും അവരുടെ അറിവുകളും അനുസരിച്ചാണ് അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അറിവ് അത് വ്യക്തിപരമാണ്. അത് നമ്മുടെ ആ വളർച്ചയുടെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന സത്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുന്ന അറിവുകളുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നൽകുന്നത് എന്നുള്ള തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ ഞാനൊന്നിനും പോരാ, അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുപ്പുകൾ നടത്തിയാൽ അത് പരാജയമാകും എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് പുറത്തു കിടക്കാനും യഥാർത്ഥ സന്തോഷം എന്നുള്ളത് സത്യസന്ധമായി നമ്മുടെ ഹൃദയം പറയുന്നതനുസരിച്ച് ജീവിക്കാനുള്ള കഴിവും അപ്രകാരം ജീവിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷവുമാണെന്നുള്ള തിരിച്ചറിവാണത്. അതുകൊണ്ട് ഇപ്രകാരം അഭിനയിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, ജീവിതത്തിൻ്റെ സത്യം നഷ്ടപ്പെടുത്തി ഇങ്ങനെ ആർക്കോ വേണ്ടി, ആരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാതെ ജീവിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്ന് ഇരുന്നൊന്ന് ചിന്തിക്കുക. യഥാർത്ഥ സന്തോഷം എനിക്ക് എവിടെയാണ് തിരികെ പിടിക്കാനായിട്ട് കഴിയുന്നത്? ഏത് മാറ്റത്തിലൂടെയാണ് എനിക്ക് അപ്രകാരം ഒരു ജീവിതത്തിലേക്ക് എത്താനായിട്ട് കഴിയുക? ഒരിക്കലും ഞാൻ അഭിനയിക്കുകയല്ല. എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സന്തോഷത്തിൽ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, ഞാൻ മനസ്സിലാക്കുന്ന സത്യത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാനായിട്ട് എനിക്ക് കഴിയുന്നുവെന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയം തൊട്ട് പറയാനായിട്ട് കഴിയുക എന്നുള്ള ആ ചോദ്യം ചോദിച്ചുകൊണ്ട് അതിന് ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.